എല്ലാവർക്കും സ്വാഗതം. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സന്തോഷമായി ഇരിക്കുന്നു എന്നും കരുതുന്നു. അപ്പം നമുക്കിന്ന് ഒന്ന് പരിശോധിക്കാം മനസ്സിനെ സ്വാധീനിക്കുന്ന ഏറ്റവും നല്ല ചിന്ത എന്താണെന്ന്. രണ്ട് കർഷകർ അവരുടെ കൃഷിയിടങ്ങളിലേക്ക് പോകുന്നു. ആ പോകുന്ന സമയത്ത് ഭയങ്കര മഴ പെയ്തു. രണ്ടുപേരും കൃഷിയിടങ്ങളിൽ ചെന്നപ്പോൾ മഴയെല്ലാം പെയ്തിങ്ങനെ കിടക്കുകയാണ്. ആദ്യത്തെ ആൾ പറഞ്ഞു, മഴ പെയ്തു, ഇന്നത്തെ ദിവസം എൻ്റെ പോയി. രണ്ടാമത്തെ ആൾ പറഞ്ഞു, നല്ല മഴ പെയ്തു, എൻ്റെ സ്ഥലത്തിനൊരു ജീവൻ വന്നു എന്ന് പറഞ്ഞു. ഒരു സംഭവം, വ്യത്യസ്തമായ പ്രതികരണം. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഒരു സംഭവം പോലും നമ്മുടെ ജീവിതം നിർണയിക്കുന്നില്ല. ആ സംഭവത്തിനെ പറ്റിയുള്ള നമ്മുടെ ചിന്തയാണ് ജീവിതത്തിൻ്റെ ദിശ നിർണയിക്കുന്നത്. വലിയ പ്രശസ്തനായ ഒരു സൈക്കാട്രി ന്യൂറോളജിസ്റ്റുമൊക്കെ ആയിരുന്ന ഡോക്ടർ വിക്ടർ ഫ്രാങ്കിൾ, അദ്ദേഹം ഏതാണ്ട് 30 പുസ്തകങ്ങൾ എഴുതിയിരുന്നു. അതിലൊരു പ്രശസ്തി ആർജിച്ച ബുക്കാണ് മാൻസ് സെർച്ച് ഫോർ മീനിങ്, മനുഷ്യൻ്റെ അർത്ഥ അന്വേഷണം എന്ന ബുക്ക്. ഇതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഒരു സംഭവത്തിൽ അതിനോടുള്ള പ്രതികരണത്തിൻ്റെ ഇടയിൽ അല്പം ഇടമുണ്ട്. ആ ഇടത്തിൽ നമുക്ക് എന്താണ് ചിന്തിക്കേണ്ടത് എന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഹോളോകാസ്റ്റ് സമയത്ത് നാസ ക്യാമ്പുകളിൽ പല പ്രാവശ്യം തടവിലാക്കപ്പെട്ടു. ഈ തടവിലാക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും ഭാര്യയെയും അങ്ങനെ വേണ്ടപ്പെട്ടവരെയൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. പക്ഷേ ആ വിഷമത്തിൽ നിന്നൊക്കെ അതിജീവിച്ച് അദ്ദേഹം പിന്നെയും സൈക്കാട്രിയായും അധ്യാപനത്തിലുമൊക്കെ സജീവമായി. അദ്ദേഹത്തിൻ്റെ ഒരു ചികിത്സയാണ് ലോഗോതെറാപ്പി. ലോഗോ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം എന്നാണ്. തെറാപ്പി എന്ന ചികിത്സ, ജീവിതത്തിന് അർത്ഥം കൊടുത്തുള്ള ചികിത്സ. അങ്ങനെ ജീവിതത്തിന് അർത്ഥം കൊടുത്തുകൊണ്ട് ഈ ലോകത്തിൽ ജീവിച്ച മഹൽ വ്യക്തികൾ ഒത്തിരി പേരുണ്ട്. അതിലൊരാളാണ് ഹെലൻ കെല്ലർ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കേൾക്കാനും കാണാനും കഴിയാത്ത ഹെലൻ കെല്ലർ വലിയൊരു പ്രഭാഷകയും എഴുത്തുകാരിയുമായി തീർന്നു. പരിമിതികളെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിതത്തിലെ അർത്ഥത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഇന്നും അവർ അറിയപ്പെടുന്നതായത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും അർത്ഥം തേടുക. എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെ നെഗറ്റീവായി കണ്ട് ജീവിതം അവസാനിപ്പിക്കുകയല്ല. അർത്ഥം തേടി, ജീവിതത്തിൻ്റെ അർത്ഥം തേടി മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ വിജയം കണ്ടെത്തുവാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവായുള്ള വീഡിയോയ്ക്കായി മൈൻഡ് ബൈ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.